ടർഫിൽ കളിച്ച അമ്മയുടെ കാല് കൊണ്ടിയും കൈ അതിനുള്ള ദിവസം കേട്ടോ സത്യം പറഞ്ഞ ഈ ഗ്രൗണ്ട് കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ രാത്രി ഉറക്കൊളിച്ചിട്ട് കാണാറ് മാത്രമേ ഉള്ളൂ, കളിക്കാറില്ല. ടർഫിൽ പോലും കളിക്കാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തക്കും. അപ്പൊ ഈ കളി അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടാ വാസ്കോ? ഇന്ത്യൻ മാളോ മലപ്പുറം മഞ്ചേരിയിലാണ്. ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഫുട്ബോൾ ചാരിറ്റി മാച്ച് കളിക്കാൻ വേണ്ടിയാണ്, ഫോർ വയനാട്ടിന് വേണ്ടി. അപ്പൊ ഇന്നലെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. ആ ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി നിൽക്കാം. ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കാന്ന് പറയണ പോകുന്നില്ല കൈസ്, ഇപ്പൊ എണീറ്റുള്ളൂ കൈസ്. അതുകൊണ്ട് കൈസ് അപ്പൊ എന്തായാലും നിങ്ങൾ അത് പോയി കണ്ടിട്ട് കൊമ്പൻ ഫാൻസ് അസോസിയേഷൻ അവിടെ പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുക. പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ കാണാം. ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഗോൾകീപ്പർ മിഥുൻ വി, കേരളത്തിന്റെ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ കണ്ണൂരുകാരൻ മിഥുൻ വി. അനദർ ഗോൾകീപ്പർ മുഹമ്മദ് സിനാൻ ഫിർദാസ്. Now I call upon Kensin Sandhu from the northeast area. Chiku Sunil, goalkeeper jersey number 13 from Trivandrum, Vellavula. I call upon the Spanish player jersey number 77 defender Aitor. Welcoming defender Aitor. അപ്പൊ എന്തായാലും നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പം ടർഫിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടീം ക്യാപ്റ്റൻ ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യുന്ന നാളെ കളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എല്ലാവരും അവസ്ഥ അതാണ്. പറപ്പൊന്നും കാണാറില്ല ഞങ്ങള്. ഞാൻ കളിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മാച്ചിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിവിടെ തിരിച്ചിറങ്ങുവാന്ന്. കളിയെല്ലാം കഴിഞ്ഞു. എല്ലാരും അവരുടെ ടീമായി. അതെന്താ പറഞ്ഞാലും ആദ്യമേ ഞാൻ കണ്ടുള്ളൂ. എനർജി നാളത്തേക്കാണ് എടുത്തു വെക്കുന്നത്. അർജുനൊക്കെ കണ്ടോ, നമ്മുടെ ടാക്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോ എന്താണ് കാല് വാമപ്പ് ചെയ്യാനുള്ള സാധനം, അത് നിങ്ങൾ ഓടിയാലോ. നമ്മളെല്ലാരും നാളെ ഒരു ടീമാ. അതല്ല നമ്മളൊക്കെ ചെയർ ഗേൾസും ആർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ട് ഇന്ത്യയാണ്. അപ്പൊ ഇനി എന്തായാലും നടക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ല, ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. കുറച്ച് ലേറ്റ് ആയി, ഒരു 2 മണി. കണ്ണ് തുറന്നപ്പോൾ അറിഞ്ഞത് 2 മണി ആയെന്ന്. നമ്മളെല്ലാരും ഉണ്ട്. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ. വീട്ടിലെ ബീഫ് ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നു. അതെ ഗൈസ്, ഇവര് നമ്മുടെ ബ്രോ, സീക്രട്ട് ബ്രോ. ഗൈസ്, അപ്പൊ എന്തായാലും ഇനി ഫുഡ് വന്നിട്ടാണ്. ഫുഡ് വന്നു, ബീഫ് ബിരിയാണി. എങ്ങനെയുണ്ട്? ബിരിയാണി എ ക്ലാസ് ബിരിയാണി. ബിരിയാണി എ ക്ലാസ്. അങ്ങനെ വെറുതെ ഒന്നും വരൂല. എന്തിനും പണ്ണ് പറ ബ്രോ, ഒരു പണ്ണ് പറ. അപ്പൊ ഞാൻ ചിരിക്കാം. അപ്പൊ എന്തായാലും എ ക്ലാസ് ബിരിയാണി അല്ലേ? കാണുന്നു, ചൂട് ബിരിയാണി കഴിച്ചിട്ട് പറ. കൊള്ളാലേ? അറിയുന്നില്ലല്ലോ. അടിപൊളിയായിരുന്നേ. എന്തായാലും തിന്നു. അപ്പൊ എന്തായാലും ഇനി ഫുള്ള് പിന്നിട്ട് വേണം.
അപ്പൊ എന്തായാലും നമ്മള് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് വന്ന് കേറി കിടന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി നേരെ പോവാൻ പോണത് നമ്മുടെ പയ്യനാട് സ്റ്റേഡിയത്തിലോട്ടാണ് കഴിച്ചത്. 6:00 നമ്മുടെ ഫസ്റ്റ് മാച്ച്. അർജുൻ 11 ടിക്കറ്റ് തമ്മിലാണ്. അതെ. നമ്മൾ അർജുൻ 11 ടീമിലാണ്. അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടി. നമ്മുടെ വണ്ടി എന്തായാലും അടിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. ആണ് നമ്മുടെ ടീം. ഇത് ഫുള്ള് ഫ്രീ സ്റ്റൈലേഴ്സ് ആണ്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടേ. നമ്മുടെ ഓപ്പോസിറ്റ് അതെ. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്ലീറ്റസ് കളി ജയിക്കില്ലേ? അതെ 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 പോയപ്പോ അതിന്റെ എല്ലാ അതെ സത്യം പറഞ്ഞ ഇന്നലത്തെ ടർഫി പോയപ്പോഴാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇത്ര അടിപൊളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. 3 ടപ്പേന്ന് 3 കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ നോക്കിയിട്ട് ക്യാപ്റ്റനെ കാണുന്നില്ല. അപ്പൊ എന്തായാലും അവിടെ ചെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട്. സോങ്സ് ഒക്കെ കയറുന്നുണ്ടല്ലോ, എന്തോ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുവാണ്. കണ്ടോ ഗോള് വല്ലതും അടിക്കോ? ഞാൻ 3 ഗോൾ തടയും. 3 ഗോള് തടയുവോ? ഓ അതാകുമ്പോ ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ 5 ഗോൾ. ഇതാണ് ഗ്രൗണ്ട്. ഇതെന്ത് 2 ബോളൊക്കെ കേട്ട ഒരാള് നിങ്ങൾക്ക് കണ്ട് ഇവിടുന്ന് ഒരു ഓട്ടം അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടുമ്പോ പിന്നെ ആരും കളിക്കാൻ പറ്റില്ല. പിന്നെ തീർന്ന എടാ ഇവിടെ ഫുള്ള് ലോങ് ബോൾ കളിക്കട്ടെ. ഒരു കാര്യമില്ല. ഓപ്പോസിറ്റ് ലോങ് ബോൾ കളിക്കാനേ പറ്റൂ. ലോങ് പാസ് നടക്കുള്ളൂ. കളിക്കണ്ടേ? പാസ് കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും. ഇതും ശരിയാണ്. ഇത് അറിയാം എല്ലാം ടാക്ടിക്സ് ആൾക്കാരാണ്. അതെ 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 ഗയ്സ്, നമുക്ക് നമ്മുടെ ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ സ്റ്റൈലേഴ്സ് ഉണ്ട്. ഫുള്ള് പ്രതീക്ഷ. ടർഫി കളിച്ച അമ്മയുടെ കാലും ഓടിയും കൈ അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മള് അതിന് നല്ല ആൾക്കാരുണ്ട്. അതിനൊരു നിലനിൽക്കുന്ന ഒരു ദൃസാക്ഷി ബൾബ് പോലെ ആക്കി. അതുകൊണ്ട് നമ്മളെന്ത് ഇപ്രാവശ്യം അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ നിൽക്കും നമ്മൾ. അതെ ഗയ്സ്, അപ്പൊ എന്തായാലും കളി തുടങ്ങാൻ. ഗയ്സ്, അപ്പുറത്തെ ടീമിനെ ഗോളി ആരാ നോക്കിയേ. ആണ്ട ഒരു കുത്തപ്പിന്നാർ ഇരിക്കുന്നുണ്ടോ? ഗോളി 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 ക്യാമറ കാണത്തില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് ക്ലിപ്സ്, ഹൈലൈറ്റ്സ് ക്ലിപ്സ് എന്തായാലും പോയി കണ്ടിട്ടോ. Super League Kerala encounter as the celebrity match is underway. Ball the forefront and score. Setting players accordingly outside the box. Gonna have a go from distance at the goal over. Understand how ground condition is. Quick and team now on the ball as they want to go on the forefront. It's a very good run from him. He has a clear view of the goal. He decides to go for the shot. The keeper comes off his lines and a brilliant save by the goalkeeper. Go down and hold on to it. Before that, it was a very good run. He got a clear cut. It was Edwin who went in. Play continues here at the stadium. അപ്പോൾ അങ്ങനെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. 0-0 മാച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടിച്ചിട്ടില്ല. 30 മിനിറ്റ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഈ ഒരു ഇവന്റ് എന്തായാലും എന്നുള്ളത് നമ്മുടെ ഫിറോസ് സാർ പറയുന്നതായിരിക്കും. അപ്പം സാർ ഇതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഇന്ത്യയിലെ തന്നെ 100 വർഷം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ് മുഹമ്മദൻ FC. ഓക്കെ. അപ്പോൾ ഈ വർഷം അവർ ISL-ലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചാണ്. ഓക്കെ. എല്ലാ പ്രൊസീഡ്സും വയനാട്ടിലേക്കാണ് പോവുക. അപ്പോൾ സൂപ്പർ ലീഗ് 11-ഉം സൂപ്പർ ലീഗ് ഓൾ സ്റ്റാർസും മുഹമ്മദൻ FC ആയിട്ടാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു നല്ല മത്സരമാണെന്ന് പ്രതീക്ഷിക്കാം. ഇത് 7-ാം തീയതിയാണ് സൂപ്പർ ലീഗ് തുടങ്ങുന്നത്. കേരളത്തിൽ 6 ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഓക്കെ. എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കാണും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ.
ഗൈസ്. അപ്പോൾ എന്തായാലും മാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2 ടീമും ഡ്രോ ആണ് ഗൈസ്. 2 ടീമും പറഞ്ഞല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡ്രോ ആയാലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ ഗൈസ്.